അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം, സുഖമല്ലേ? ഇന്ന് ഞാൻ രാവിലെ തന്നെ ഒരു വീഡിയോ എടുക്കാനാണ് വിചാരിച്ചത് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇത് ബട്ടറിൻ്റെ മരമാണ് കേട്ടോ, ആവക്കാടോ എന്നൊക്കെ പറയും. അപ്പോൾ അതിങ്ങനെ മുറ്റത്ത് കൊഴിഞ്ഞാടി കിടക്കുന്നുണ്ട്, മഴയൊക്കെ അല്ലേ. അപ്പോൾ നല്ലോണം മഴ ചെയ്തപ്പോൾ അപ്പോൾ അതൊന്ന് പുറക്കിട്ട് വിചാരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ 2-3-4 ഉള്ളു ചാടിയിട്ടുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് പഴുക്കുമ്പോഴാണ് അത് ചാടിപ്പോരൽ കേട്ടോ. ചിലതൊക്കെ കേട് വരലുണ്ട്, ഇപ്പോൾ ഇതിന് വലിയ കേടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാനും സലാഡ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് പൊറുക്കി വെച്ച് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പുറത്തൊന്ന് ഇറങ്ങി ഒന്നും കൂടെ. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചീരയൊക്കെ ഉണ്ടായി കഴിഞ്ഞതാണ്, അന്ന് പറിച്ചിട്ടില്ല. അതിനൊക്കെ കട്ട് ചെയ്ത് കണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി തെഴുത്ത് വരികയാണെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. മഴക്കാലമല്ലേ, ചീര പിന്നെ മുളക്കൂലല്ലോ. എന്താ വെച്ചാൽ അതിങ്ങനെ വിത്തൊക്കെ പാകിയാൽ കേടന്ന് പോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ചിരങ്ങയാണ് കേട്ടോ. ചിരങ്ങയൊക്കെ പൂവിടാൻ തുടങ്ങി. അതൊക്കെ ഞാൻ വേനൽക്കാലത്ത് കുഴിച്ചിട്ടതാണ്. ഇപ്പോഴാണ് ഒക്കെ തെഴുത്ത് വരുന്നത്. ഇത് വള്ളിച്ചീരയാണ് കേട്ടോ. സാമ്പാർ ചീരൻ്റെയൊക്കെ ഒരു കട്ടാണിത്. കഴിക്കുമ്പോൾ നമുക്ക് ചീര തോരനൊക്കെ വെക്കാം, തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഡ്രൈ ആക്കിയിട്ടൊക്കെ വെക്കാം. പിന്നെന്താ, സാമ്പാർ പരിപ്പിലൊക്കെ ഇടാം. അതൊക്കെ പിന്നെ അല്ലല്ലേ, എങ്ങനെ കഴിച്ചാലും നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ നട്ടുണ്ടാക്കിയതാണ്. ഇപ്പോഴാണ് പറിക്കണേ കേട്ടോ. പിന്നെ കുറച്ച് മത്തൻ്റെ ഇല ഉണ്ട്, ഇലകളൊക്കെ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെറിയൊരു തോട്ടാണ്, അതിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. മഴ പെയ്തതുകൊണ്ട് ഇടയിൽ കളയൊക്കെ പറിക്കാനായിട്ടുണ്ടോ, അതിനൊന്നും ഒരുങ്ങിയിട്ടില്ല. മത്തൻ്റെ കായൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടൂലേ, ഇലയൊന്നും വാങ്ങാൻ കിട്ടൂലല്ലോ. അപ്പോൾ ഇലയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിടണമല്ലോ. അപ്പോൾ ഇലക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് വെണ്ട ഉണ്ട്, വെണ്ടയ്ക്ക് ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. പൂവൊക്കെ ഇട്ട് കായ വരുന്നേ ഉള്ളൂ. വഴുതനങ്ങ ഉണ്ട്, എല്ലാം കുഴിച്ചിട്ടുണ്ട്. ഒക്കെ ഇപ്പം ഇങ്ങനെ കിളിർത്ത് വരുന്നേ ഉള്ളൂ. ഇത് ഈ ചീരനെ ഞാൻ വെട്ടിക്കൊണ്ടുവന്നുകൊണ്ട് വിത്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ പറിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളത്തിലൊന്ന് ചാടാ, ഒന്ന് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഇതാണ് കുളം. വെള്ളമൊക്കെ കലങ്ങിയിട്ടുണ്ട്, തെളിഞ്ഞ വെള്ളമൊന്നുമല്ല, മഴ പെയ്തിട്ടേ. അപ്പം ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് അപ്പം മക്കൾ പൊതിച്ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് തരിക. ഓക്കെ, അസ്സലാമു അലൈക്കും.